ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രം ആണ്. ഭൂമിശാസ്ത്രം 3-ാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന കോട്ടകൾ, ചുരങ്ങൾ, മ്യൂസിയങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന സ്റ്റേഡിയങ്ങളും സ്ഥലങ്ങളും. കേരളത്തിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ കായിക മത്സരങ്ങൾ, ദേശീയ അന്തർദേശീയ ടൂർണമെൻറ്റുകൾ, വിവിധ കായിക ഇനങ്ങളുടെ പരിശീലനം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന പ്രധാന കായിക വേദികളാണ്. കൂടാതെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവ് മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ കലൂരിലും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന സ്റ്റേഡിയമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം. കോഴിക്കോട് ജില്ലയിലെ പ്രധാന സ്റ്റേഡിയമാണ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. പ്രധാന 5 സ്റ്റേഡിയങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഒന്നുകൂടി നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തുള്ള സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. കലൂർ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റൊരു സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. കൊല്ലം ജില്ലയിലെ സ്റ്റേഡിയമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം. അതുപോലെ കോഴിക്കോട് ജില്ലയിലുള്ള സ്റ്റേഡിയമാണ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ വലിപ്പവും ജനസംഖ്യയും, അതായത് ജില്ലകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലെ ജില്ലകളുടെ വിസ്തീർണവും ജനസംഖ്യയും സംബന്ധിച്ച അറിവ് സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി, ജനസാന്ദ്രത, ഭരണഘടനാ വിഭജനം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പതിവായി ചോദിക്കപ്പെടുന്ന പ്രധാന വിഷയവുമാണ്. ഇനി നമുക്ക് പോയിന്റുകളിലേക്ക് കടക്കാം. വിസ്തീർണ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാടുമാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരും കടൽത്തീരമില്ലാത്ത ഏറ്റവും വലിയ ജില്ല പാലക്കാടുമാണ്. പ്രധാനപ്പെട്ട 6 ഫാക്ട്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വിസ്തീർണ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട്, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ, കടൽത്തീരമില്ലാത്ത ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. കേരളത്തിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിൻ്റെ കല, സാഹിത്യം, സംഗീതം, നാടകം, നൃത്തം എന്നിവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി പ്രവർത്തിക്കുന്നവയാണ്. കൂടാതെ അവയുടെ ആസ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. ഇനി ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളെന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും കേരള ലളിതകലാ അക്കാദമിയുടെയും ആസ്ഥാനം തൃശ്ശൂരാണ്. അതുപോലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചെറുതുരുത്തിയിലാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള വട്ടിയൂർക്കാവിലാണ്. പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ് പഠിച്ചത്. തൃശ്ശൂർ ജില്ലയിലുള്ള അക്കാദമികളാണ് കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചെറുതുരുത്തിയിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. അതുപോലെ ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള വട്ടിയൂർക്കാവിലാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളും സംരക്ഷിത മേഖലകളും. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളും സംരക്ഷിത മേഖലകളും സംസ്ഥാനത്തിൻ്റെ ജൈവ വൈവിധ്യം, വന്യജീവികൾ, അപൂർവ സസ്യജാലങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച പ്രധാന പരിസ്ഥിതി മേഖലകളാണ്. കൂടാതെ ഇവയെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്.
നമുക്ക് ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന ബയോസ്ഫിയർ റിസർവുകളും സംരക്ഷിത മേഖലകളും എന്ന് നോക്കാം. കേരളത്തിലെ ആദ്യ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കൂടിയാണ്. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്നു. കേരളത്തിലെ കടുവാ സങ്കേതങ്ങളാണ് പെരിയാർ, ഇടുക്കി, പറമ്പിക്കുളം, പാലക്കാട്. കേരളത്തിലെ ആന സങ്കേതങ്ങളാണ് വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. നമുക്ക് ഒന്നുകൂടി പോയിന്റുകൾ നോക്കാം. കേരളത്തിലെ ആദ്യ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി ഉൾപ്പെടുന്നു. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ കടുവാ സങ്കേതങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ള പെരിയാറും പാലക്കാട് ജില്ലയിലുള്ള പറമ്പിക്കുളവും. കേരളത്തിലെ ആന സങ്കേതങ്ങളാണ് വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. ഇനി അടുത്ത ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളും കായലുകളും. കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളും കായലുകളും സംസ്ഥാനത്തിൻ്റെ ജലസമ്പത്തിൻ്റെ പ്രധാന ഭാഗമാണ്. കൂടാതെ അവയുടെ സ്ഥാനങ്ങളും പ്രത്യേകതകളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പതിവായി ചോദിക്കപ്പെടുന്ന വിഷയമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലുള്ള ശാസ്താംകോട്ട തടാകമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വയനാട് ജില്ലയിലുള്ള പൂക്കോട് തടാകമാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കായലാണ് വെള്ളായണി കായൽ. തൃശ്ശൂർ ജില്ലയിലുള്ള 2 കായലുകളാണ് മണക്കോടി കായലും എനാമാക്കൽ കായലും. പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് പഠിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമായ പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കായലാണ് വെള്ളായണി കായൽ. തൃശ്ശൂർ ജില്ലയിലുള്ള 2 കായലുകളാണ് മണക്കോടിക്കായലും എനാമാക്കൽ കായലും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളത്തിലെ പ്രശസ്തമായ വള്ളംകളികളും നടക്കുന്ന സ്ഥലങ്ങളും. ഇതൊട്ടുമിക്ക PSC എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. ഏത് കായലിലാണ് ഇന്ന വള്ളംകളി നടക്കുന്നത്, അതായത് പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി ഏത്, അങ്ങനെ ചോദിക്കാറുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ വള്ളംകളികൾ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഉത്സവാഘോഷങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ്. കൂടാതെ അവ നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. ഇനി നമുക്ക് ഏതൊക്കെ കായലുകളിലാണ് വള്ളംകളി നടക്കുന്നതെന്ന് നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ്. അതുപോലെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടിക്കായലിലും. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള പമ്പ നദിയിലുമാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള പമ്പാ നദിയിലും. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കായംകുളം കായലിലുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള പുന്നമടക്കായലിലാണ്. അതുപോലെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടിക്കായലിലും. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള പമ്പ നദിയിലുമാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള പമ്പാ നദിയിലും. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള കായംകുളം കായലിലുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന സമരങ്ങളും വർഷങ്ങളും. കേരളത്തിലെ പ്രധാന സമരങ്ങൾ സാമൂഹിക നവോത്ഥാനം, സ്വാതന്ത്ര്യ സമരം, സാമൂഹിക നീതി, ജനാധിപത്യ അവകാശങ്ങൾ എന്നിവയ്ക്കായി നടന്ന ചരിത്ര പ്രാധാന്യമായ പ്രക്ഷോഭങ്ങളാണ്. കൂടാതെ അവയുടെ വർഷങ്ങളും പ്രാധാന്യവും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് വർഷങ്ങളും സമരങ്ങളും എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കുണ്ടറ വിളംബരം. അത് നയിച്ചത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം നടന്ന വർഷം 1822 മുതൽ 1859 വരെ. മലയാളി മെമ്മോറിയൽ നടത്തിയത് ബാരിസ്റ്റർ GP പിള്ള, വർഷം 1891. ഈഴവ മെമ്മോറിയൽ നടത്തിയത് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു, വർഷം 1896.
വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി ദുരന്തം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം 1924 ടു 1925 വരെയായിരുന്നു. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 മുതൽ 32 വരെയും നിവർത്തന പ്രക്ഷോഭത്തിന്റെ വർഷം 1932 ക്ഷേത്രപ്രവേശന വിളംബരം അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ നേതൃത്വത്തിലാണ് നടന്നത്. വർഷം 1936. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പ്രധാനപ്പെട്ട സമരങ്ങളും അതിൻ്റെ വർഷങ്ങളുമാണ് പഠിച്ചത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം നടന്ന വർഷം 1822 മുതൽ 1859 വരെ. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം 1896. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ടു 25. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ടു 1932. നിവർത്തന പ്രക്ഷോഭം 1932. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് കേരളത്തിലെ ആദ്യകാല പത്രങ്ങളും സ്ഥാപകരും. കേരളത്തിലെ ആദ്യകാല പത്രങ്ങൾ മലയാള ഭാഷയുടെയും സാമൂഹിക നവോത്ഥാനത്തിൻ്റെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവയാണ്. കൂടാതെ അവയുടെ സ്ഥാപകരെക്കുറിച്ചുള്ള അറിവ് കേരളത്തിലെ മിക്ക മത്സര പരീക്ഷകളിലും പ്രധാനമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിലാണ് പുറത്തിറക്കിയത്. വർഷം 1847. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പത്രമാണ് പക്ഷിമോദയം. അത് വർഷം 1847. കോട്ടയത്തു നിന്നും പുറത്തിറക്കിയ ആദ്യ പത്രമായ ജ്ഞാനനിക്ഷേപം പുറത്തിറക്കിയ വർഷം 1848. നിതിരിക്കൽ മാണി കത്തനാരുടെ നേതൃത്വത്തിലുള്ള ദീപിക അഥവാ നസ്രാണി ദീപിക പുറത്തിറക്കിയ വർഷം 1887. സി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി എന്ന പത്രം പുറത്തിറക്കിയ വർഷം 1886. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ മലയാള മനോരമ പുറത്തിറക്കിയ വർഷം 1888. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനി പത്രം പുറത്തിറക്കിയ വർഷം 1905. CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ കേരള കൗമുദി പുറത്തിറക്കിയ വർഷം 1911. KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. വർഷം 1923. ഇനി നമുക്ക് ഒന്നുകൂടി പഠിക്കാം. ഹെർമൻ ഗുണ്ടർട്ട് 2 പത്രങ്ങളാണ് പുറത്തിറക്കിയത്. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം പുറത്തിറക്കിയ വർഷം 1847. അത് ഹെർമൻ ഗുണ്ടർട്ടാണ് പുറത്തിറക്കിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പത്രമാണ് പക്ഷിമോദയം. അത് 1847 തന്നെയാണ്. അതുപോലെ കോട്ടയത്തു നിന്നും പുറത്തിറക്കിയ ആദ്യ പത്രം ജ്ഞാനനിക്ഷേപവും. നിതിരിക്കൽ മാണി കത്തനാരുടെ നേതൃത്വത്തിൽ ദീപിക അഥവാ നസ്രാണി ദീപിക പുറത്തിറക്കിയ വർഷം 1887. സി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി എന്ന പത്രം പുറത്തിറക്കിയ വർഷം 1886. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ മലയാള മനോരമ പത്രം പുറത്തിറക്കിയ വർഷം 1888. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനി പത്രം പുറത്തിറക്കിയ വർഷം 1905. CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ കേരള കൗമുദി എന്ന പത്രം പുറത്തിറക്കിയ വർഷം 1911. KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമി പത്രം പുറത്തിറക്കിയ വർഷം 1923 ആണ്. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും. കേരളത്തിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിൻ്റെ വ്യവസായ, ഗതാഗത, വൈദ്യുതി, വികസന മേഖലകളിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ്.
കൂടാതെ അവയുടെ ആസ്ഥാനങ്ങളും പ്രവർത്തന കേന്ദ്രങ്ങളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ട് അഥവാ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലുള്ള ഉദ്യോഗമണ്ഡലിലാണ്. കേരള മോട്ടോഴ്സിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലുള്ള കോമളാപുരമാണ്. അതുപോലെ ടൈറ്റാനിയം പ്രൊഡക്ട്സ് അഥവാ TTPയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലുള്ള കൊച്ചുവേളിയും മലബാർ സിമൻസിൻ്റെ ആസ്ഥാനം പാലക്കാട് ജില്ലയിലുള്ള വാളയാറുമാണ്. HMTയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലുള്ള കളമശ്ശേരിയും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അഥവാ HLLൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലുള്ള പേരൂർക്കടയുമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫാക്ടറി അഥവാ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂറിൻ്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലുള്ള ഉദ്യോഗമണ്ഡലം. കേരള മോട്ടോഴ്സിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കോമളാപുരവുമാണ്. ടൈറ്റാനിയം പ്രൊഡക്ട്സ് അഥവാ TTPയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലുള്ള കൊച്ചുവേളിയും മലബാർ സിമൻസിൻ്റെ ആസ്ഥാനം പാലക്കാട് ജില്ലയിലുള്ള വാളയാറുമാണ്. HMTയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അഥവാ HLLൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലുള്ള പേരൂർക്കടയുമാണ്. ഇനി പഠിക്കുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രശസ്ത കവികളും വിശേഷണങ്ങളും. കേരളത്തിലെ പ്രശസ്ത കവികൾ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ മഹത് വ്യക്തികളാണ്. കൂടാതെ അവരുടെ വിശേഷണങ്ങൾ, സംഭാവനകൾ, സാഹിത്യകൃതികൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. ഇനി നമുക്ക് കവികളിലെ വിശേഷണങ്ങൾ നോക്കാം. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അതുപോലെ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയുമായിരുന്നു. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പും ഭാരതീയ കവിതയുടെ വസന്തശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുമാണ്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ, കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള പാണിനി AR രാജരാജവർമ്മ, കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്, ഭാരതീയ കവിതയുടെ വസന്തശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇനി പഠിക്കുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന സർവകലാശാലകളും സ്ഥാപിത വർഷവും. കേരളത്തിലെ പ്രധാന സർവകലാശാലകൾ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളാണ്. കൂടാതെ അവയുടെ സ്ഥാപിത വർഷങ്ങൾ, ആസ്ഥാനങ്ങൾ, പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അവയുടെ ആസ്ഥാനങ്ങളും വർഷങ്ങളുമെല്ലാം നോക്കാം. ഇനി നമുക്ക് സർവകലാശാലകളെക്കുറിച്ചുള്ള പോയിന്റുകൾ പഠിക്കാം. കേരള സർവകലാശാല സ്ഥാപിച്ച വർഷം 1937 ആണ്. ആദ്യത്തെ അതിൻ്റെ പേരാണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയാണ്. സ്ഥാപിത വർഷം 1968. കുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എറണാകുളവും അതിൻ്റെ സ്ഥാപിത വർഷം 1971 കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ണുത്തിയും അത് സ്ഥാപിക്കപ്പെട്ട വർഷം 1971 മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലും അതിൻ്റെ സ്ഥാപിച്ച വർഷം 1983 എറണാകുളം ജില്ലയിലുള്ള കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥാപിക്കപ്പെട്ട വർഷം 1993. ഒന്നുകൂടി നോക്കാം. കേരള സർവകലാശാലയുടെ ആദ്യ പേര് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. അതിൻ്റെ സ്ഥാപിത വർഷം 1937. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയും അത് സ്ഥാപിച്ച വർഷം 1968. കുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എറണാകുളം, അത് സ്ഥാപിച്ച വർഷം 1971 കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ണുത്തിയും അത് സ്ഥാപിച്ച വർഷം 1971 മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയും അത് സ്ഥാപിച്ച വർഷം 1983. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥാപിച്ച വർഷം 1993. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന അവസാനത്തെ പോയിന്റാണ് കേരളത്തിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളും പ്രത്യേകതകളും.
കേരളത്തിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും നിർണായക സംഭാവന നൽകുന്നവയാണ്. കൂടാതെ അവയുടെ പ്രത്യേകതകളും ഉൽപ്പന്നങ്ങളും സംബന്ധിച്ച അറിവ് കേരള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളും അവയുടെ പ്രത്യേകതകളും എന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവയാണ്. അതുപോലെ കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനം എറണാകുളം ജില്ലയും കേരളത്തിലെ ആദ്യത്തെ കശുവണ്ടി വ്യവസായ കേന്ദ്രം കൊല്ലം ജില്ലയുമാണ്. ഇന്ത്യയുടെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിലാണ് 1859 സ്ഥാപിച്ചത്. അതിൻ്റെ പേരാണ് ഡാറാസ് മെയിൽ ഫാക്ടറി. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ ഫാക്ടറി ആലപ്പുഴ ജില്ലയിലെ ശ്രീ ചിത്തിര മിൽസ് ആണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മിൽസ് ആണ്. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയും കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയുമാണ്. ഇന്ത്യയുടെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ കശുവണ്ടി വ്യവസായ കേന്ദ്രം. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ 1859 സ്ഥാപിച്ച ഡാറാസ് മെയിൽ ഫാക്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. ആലപ്പുഴ ജില്ലയിലെ ശ്രീ ചിത്തിര മിൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ തുണിമില്ല്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മിൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അത്രയും പഠിച്ച എല്ലാ പോയിന്റുകളും മിക്ക മത്സര പരീക്ഷകളിലും പ്രധാന ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.